തെക്കൻ ഗാസയിൽ ഖാൻ യൂനിസിന് സമീപമുള്ള അൽ മവാസിയിൽ ഇസ്രയേൽ നടത്തിയ കനത്ത ബോംബാക്രമണങ്ങളിൽ കുട്ടികളടക്കം 65 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ഉഗ്രസ്ഫോടനങ്ങളുടെ ആഘാതത്തിൽ ഭൂമി പിളർന്നു എന്നാണ് റിപ്പോർട്ടുകൾ. വൻ ഗർത്തം രൂപമെടുത്തു. നൂറുകണക്കിന് പലസ്തീൻകാർ മണ്ണിനടിയിൽ. പരിസരത്ത് ഡസൺ കണക്കിന് അഭയാർത്ഥി കൂടാരങ്ങൾ കത്തി നശിച്ചു. ചൊവ്വാഴ്ച പുലർച്ചയ്ക്ക് മുൻപായിരുന്നു സുരക്ഷിത മേഖല എന്ന് ഇസ്രയേൽ സൈന്യം പ്രഖ്യാപിച്ചിട്ടുള്ള അൽ മവാസിലെ ആക്രമണം നടന്നത്. ഗാസയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും പലായനം ചെയ്ത അഭയാർത്ഥികൾ ഇവിടുത്തെ താൽക്കാലിക കൂടാരങ്ങളിലാണ് അന്തിയുറങ്ങുന്നത്. 5-6 തവണ ബോംബാക്രമണമോ മിസൈൽ ആക്രമണമോ ഉണ്ടായി എന്നാണ് റിപ്പോർട്ട്. 20ഓളം കൂടാരങ്ങൾ കത്തിയമർന്നതായി ഗാസ അധികൃതർ പറയുന്നു. ഹമാസ് കമാൻഡ് സെന്റർ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ ഗാസയിൽ 41,020 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. 94,925 പേർക്ക് പരിക്കേറ്റു. അതേസമയം വെടിനിർത്തൽ സാധ്യത ഇപ്പോഴും അകലെയാണ്. ഇസ്രയേൽ വീണ്ടും നിലപാട് കടുപ്പിക്കുന്നു. ബന്ദികളുടെ മോചനത്തിന് ഹമാസുമായി 6 ആഴ്ച താൽക്കാലികമായി വെടിനിർത്തലാകാമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു. ഹമാസ് ആവശ്യപ്പെടുന്നത് പോലെ സ്ഥിരമായ വെടിനിർത്തൽ സാധ്യമല്ല എന്നും വ്യക്തമാക്കി. വെടിനിർത്തലിന് ശേഷവും ഈജിപ്ത് ഗാസ അതിർത്തിയിൽ ഫിലാഡൽഫിയ ഇടനാഴിയിൽ ഇസ്രയേൽ സൈന്യം സ്ഥിരമായി തുടരും എന്ന വ്യവസ്ഥയാണ് നേരത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വെച്ചത്. ഇതും ഹമാസിന് സ്വീകാര്യമല്ല. ഈ സാഹചര്യത്തിലാണ് ചർച്ചകൾ വഴിമുട്ടിയത്. ഗാസയിലെ തീരപ്രദേശമാണ് അൽ മവാസി. അൽ മവാസിയിലെ അഭയാർത്ഥി കൂടാരങ്ങളിൽ ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. സുരക്ഷിത മേഖല എന്ന് ഇസ്രയേൽ എപ്പോഴും അവകാശപ്പെടുന്ന സ്ഥലമാണ് അൽ മവാസി. ഇവിടെ ലക്ഷക്കണക്കിന് പേരാണ് അഭയാർത്ഥികളായി കഴിയുന്നത്. ഗാസയുടെ തെക്കുള്ള പ്രധാന നഗരമായ ഖാൻ യൂനിസിനടുത്താണ് മവാസി. എന്നാൽ ഹമാസിന്റെ കമാൻഡ് സെന്റർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നത്. 2023 ഒക്ടോബർ 7 ഇസ്രയേലിൽ കടന്നുകയറി ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഉൾപ്പെട്ടവരും ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് സൈന്യത്തിന്റെ അവകാശവാദം. വ്യോമനിരീക്ഷണത്തിലൂടെ ശത്രു താവളം മനസ്സിലാക്കി അവ മാത്രം ലക്ഷ്യമിടാൻ കഴിയുന്ന ആയുധങ്ങളാണ് ഉപയോഗിച്ചത് എന്നും ഇസ്രയേൽ പറഞ്ഞു. എന്നാൽ ഈ പ്രദേശത്ത് തങ്ങളുടെ പോരാളികൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ഹമാസിന്റെ പ്രസ്താവന. അൽ മവാസിയിലെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ തിങ്ങിപ്പാർക്കുന്ന പലസ്തീൻകാർക്ക് അവശ്യ സഹായം എത്തിക്കാൻ സന്നദ്ധ സംഘടനകൾ പ്രയാസപ്പെടുമ്പോഴാണ് ഇസ്രയേൽ ഇടയ്ക്കിടെ ഇവിടം ആക്രമിക്കുന്നത് എന്ന ആരോപണം ഉയരുന്നു. ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിൽ കടന്നുകയറി 1139 പേരെ കൊന്നിരുന്നു. 280ഓളം പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ഗാസ യുദ്ധം ആരംഭിച്ചത്. ഇതിൽ ഇതുവരെ 41,000ഓളം പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. യുഎസിന്റെ ഇടപെടലിൽ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടക്കുന്ന സമാധാന ചർച്ചയും വഴിമുട്ടി നിൽക്കുകയാണ്. അതിനിടെ പോളിയോ വാക്സിനേഷൻ ചൊവ്വാഴ്ച 3ാം ഘട്ടത്തിലേക്ക് കടന്നു. വടക്കൻ ഗാസയിൽ വ്യാഴാഴ്ച വരെയാണ് 3ാം ഘട്ട വാക്സിൻ വിതരണം. വാക്സിനേഷനായി പോയ UN ഏജൻസിയുടെ വാഹന വ്യൂഹത്തെ വാഡി ഗാസയിൽ ഇസ്രയേൽ സൈന്യം തടഞ്ഞ് അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നാണ് UNRWA തലവൻ ഫിലിപ്പ് ലാസറിനി പറയുന്നത്. പലസ്തീൻകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന UN ഏജൻസിയാണ് UNRWA. 25 വർഷത്തിന് ശേഷം ഗാസയിൽ പോളിയോ ബാധ റിപ്പോർട്ട് ചെയ്തതോടെയാണ് 10 വയസ്സിൽ താഴെയുള്ള 6 ലക്ഷത്തോളം കുട്ടികൾക്ക് വാക്സിൻ നൽകുന്നത്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.